കൊച്ചിയിലെ ലഹരി വേട്ടയിൽ അന്വേഷണത്തിന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും എക്സൈസ് കസ്റ്റഡിയിലെടുത്ത പ്രതികളിൽ നിന്ന് ലഭിക്കുന്ന NCBയെയും ചോദ്യം ചെയ്യാനാണ് നീക്കം. രാജ്യാന്തര ലഹരി സംഘങ്ങളുമായി പ്രതികൾക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന സൂചനകൾ ലഭിച്ച സാഹചര്യത്തിലാണ് ഇത്തരമൊരു അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ വീണ്ടും ചേരുന്നു. ജിജീഷ്, എന്താണ് ഇത് സംബന്ധിച്ച കൂടുതൽ അന്വേഷണ വിവരങ്ങൾ? രഞ്ജിത്ത്, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കൂടി ഈ ലഹരി കേസുമായി, കൊച്ചിയിലെ ലഹരി കേസുമായി ബന്ധപ്പെട്ട പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങിയാണ്. നിലവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്കാണ് എക്സൈസ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്കാണ് കടക്കുന്നത്. അതേ ഘട്ടത്തിൽ തന്നെ എക്സൈസ് കസ്റ്റഡിയിൽ ലഭിക്കുന്ന പ്രതികളെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കൂടി വിശദമായി തന്നെ ചോദ്യം ചെയ്യും. കാരണം ഈ കാര്യത്തിൽ രാജ്യാന്തര ലഹരി ഇടപാടുകാരുമായി കൊച്ചിയിൽ പിടിയിലായ ലഹരി സംഘത്തിന് ബന്ധമുണ്ട് എന്ന സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. NCBക്കും അത്തരത്തിലുള്ള സൂചനകൾ ലഭിച്ചിരുന്നു. അതായത് നിലവിൽ അന്തർ സംസ്ഥാന ബന്ധങ്ങളാണ് തെളിഞ്ഞത് എങ്കിൽ രാജ്യാന്തര ബന്ധങ്ങളുള്ള കണ്ണികളുമായും ഇവർക്ക് ബന്ധമുണ്ട് എന്നത് സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ ചോദ്യം ചെയ്യുക എന്ന നടപടിയിലേക്ക് കടക്കുന്നത്. കാരണം നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കൊച്ചി കേന്ദ്രീകരിച്ച് അന്വേഷിക്കുന്ന അടുത്ത കാലത്തുള്ള നിരവധി ലഹരി കേസുകളുണ്ട്. ആ ലഹരി കേസുകൾക്ക് അനുബന്ധമായിട്ട് തന്നെയായിരിക്കും കഴിഞ്ഞ ദിവസം 286 ഗ്രാം MDMA പിടികൂടിയ കേസ് അന്വേഷിക്കുക. ഒപ്പം തന്നെ ഹാഷ്കോയിൽ അടക്കം ഈ ആളുകളിൽ നിന്ന് 4 അംഗ സംഘത്തിൽ നിന്ന് യുവതി അടക്കം 4 പേരിൽ നിന്ന് പിടികൂടിയിരുന്നു. അതുകൊണ്ട് തന്നെ എവിടെ നിന്നാണ് ഈ ലഹരി എത്തിയിരുന്നത്, ആരെല്ലാമാണ് എത്തിയിരുന്നത്, പുറത്ത് നിന്ന് രാജ്യത്തിന് പുറത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഇടപാടുകളെ നിയന്ത്രിച്ചിരുന്ന സംഘങ്ങൾ ആരെല്ലാം എന്നതൊക്കെ തന്നെ കേന്ദ്രീകരിച്ചായിരിക്കും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ അന്വേഷണം കൂടി ഇനി ഉണ്ടാവുക. രഞ്ജിത്ത്.